അതാണ് ഈ സർക്കാരിന്റെ മേന്മ. നാട്ടിലെ ജനങ്ങളോടുള്ള സർക്കാരിന്റെ ബാധ്യതയാണ്, അതിന്റെ നിഴലാണ്, അതിന്റെ തെളിവാണ് ഈ കാണുന്ന സമരം. ഞാൻ ചോദിക്കുന്നു, രാവ് പകൽ കഷ്ടപ്പെടുന്ന ഒരു ജീവനക്കാരായി ഇവര് ഓഫീസിൽ ഇരുന്നിട്ട് കള്ളാസിന്റെ ഒപ്പിട്ടിട്ട് പൈസ വാങ്ങുന്നവരല്ല. ഇവരും നടന്ന് ഓരോ വീടുകളും കയറി ഇറങ്ങി അങ്ങനെ വിയർപ്പൊളിപ്പിച്ച് പോകുന്നത് തൊഴിലാളി വർഗം. ഈ തൊഴിലാളി വർഗത്തിന് ഇതുപോലുള്ള ഒരു നികൃഷ്ടത ഈ സർക്കാർ കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ സാധിക്കാത്തതാണ്. ഒരു ചർച്ചയ്ക്ക് വിളിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കിയില്ല, ഇനിയും ചർച്ച നടത്തണം എന്നുള്ളതാണ്. എന്താണ് സർക്കാരിനോട് എന്താണ് പറയാനുള്ള ഇക്കാര്യത്തിൽ? സർക്കാരോട് എനിക്ക് പറയാനുള്ളത്, കെ.വി. തോമസ് മാഷ്ക്ക് കൊടുക്കുന്നതിന്റെ അതിന്റെ അത്രയൊന്നും ഇവരാരും ചോദിച്ചിട്ടില്ല. 5 ലക്ഷമാണ് കൊടുക്കുന്നത് മാസത്തിൽ. എന്തിനാ കൊടുക്കുന്നത് എന്ന് ഇവരോട് മറുപടി പറയോ? ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയോ? എന്തിനാ തോമസ് മാഷ്ക്ക്, എന്തിന്റെ ശമ്പളമാണ് തോമസ് മാഷ്ക്ക് കൊടുക്കുന്നത് പൈസ? അത് പറയണം. ആ തോമസ് മാഷ്ക്ക് 5 ലക്ഷം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ ഈ പാവം ആശാ ജീവനക്കാർക്ക് ഇവർക്ക് ജീവിക്കേണ്ട ഒരു വരുമാനം കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ? അത് കൊടുക്കണ്ടേ? മര്യാദ ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ? മനുഷ്യത്വം ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ? മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് സഹതാപം ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ? കേന്ദ്ര സർക്കാരിന് കിട്ടിയത് മാത്രമേ ഇവര് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കേരള സർക്കാർ കിട്ടുന്ന ഒന്നും കൊടുത്തിട്ടില്ല. ഇവര് നോക്കുന്നത് ഇവിടുത്തെ ഈ നാട്ടിലെ പ്രശ്നമാണ്. ഈ നാട്ടിലെ വീടുകളാണ് കയറി ഇറങ്ങുന്നത്. ഈ നാട്ടിലെ രോഗികളെയാണ് ഇവർ കാണാൻ പോകുന്നത്. അവരെന്തിന് കേന്ദ്രത്തിന്റെ പൈസയോ അല്ലെ സംസ്ഥാനത്തിന്റെ പൈസയോ നോക്കണം? അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഈ സംസ്ഥാനത്തെ സർക്കാർ ശമ്പളം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് ജീവിക്കാൻ പറ്റുന്ന തുക അവർ കൊടുക്കണം, കൊടുത്തേ മതിയാവും. PSC മെമ്പർമാർക്ക് ലക്ഷങ്ങളാണ് ശമ്പളം നൽകുന്നത്. PSC ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാ കാണുന്നത്? ഇത് PSC മെമ്പർമാർക്ക് പൈസ കൂട്ടിക്കൊടുത്തു. ഇനി ആരുതല്ലോ പൈസ പുതിയ ശമ്പള വർധനവ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് വാർത്ത കേട്ടത്. സർക്കാർ വക്കീലന്മാർക്ക് ശമ്പളം കൂട്ടാൻ പോകുന്നു. സർക്കാർ വക്കീലന്മാർക്ക് ഇത്തിരി ബുദ്ധിയെങ്കിലും ഉപയോഗിക്കാനുള്ള സന്ദർഭമുണ്ട്. അതില്ലാത്ത എത്ര ആളുകളുണ്ട് ശമ്പളം വാങ്ങുന്ന സർക്കാരിന്റെ? അതുകൊണ്ട് ഇത് ചെയ്യുന്നത് പാതകമാണ്, കഷ്ടമാണ്. ഈ മുഖങ്ങൾ കണ്ടാൽ അറിയില്ലേ നിങ്ങൾ? ഇതൊക്കെ കഷ്ടപ്പെടുന്ന കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് നമുക്കറിയില്ലേ? ഞങ്ങൾ എന്തിനും ഇവരെ കൂടെ നിൽക്കും, എന്തിനും കൂടെ നിൽക്കും. ശരി, അത് പിന്നെ നോക്കാം. ചേരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ചേരാൻ പോകുന്നല്ലേ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനത്തെ വിവരമൊന്നുമില്ല. ഇനി ചേരുന്നുണ്ടെങ്കിൽ ചേരട്ടെ, ചേർന്നിട്ട് നമുക്ക് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ശരി. രഞ്ജിത്ത് ഇത്തരം സമര രംഗത്ത് ഇതിന്റെ മുന്നണി പോരാളിയായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് രഞ്ജിത്ത്. എല്ലാ സഹായവും അദ്ദേഹം ചെയ്യും. കരയുന്നവന്റെ കണ്ണുനീരൊപ്പുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത് മുഖം നോക്കാറില്ല, ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല, രാഷ്ട്രീയം നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. അങ്ങനെ ഒരു പൊതുപ്രവർത്തകനാണ് രഞ്ജിത്ത്. എവിടെ രഞ്ജിത്ത്? രഞ്ജിത്ത് അല്ല, കയ്യിൽ നിന്ന് കാശും ചെലവഴിക്കും, എല്ലാം ചെലവഴിക്കും. ഇവിടെ 2 ദിവസമായി അദ്ദേഹം ഇവിടുന്ന് തന്നെ തിരിഞ്ഞ് കളിക്കുകയാണ്. ഞാൻ ഫോൺ ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം ഇവിടെയാണ്. ഞാൻ 4 തവണ വിളിച്ചിരുന്നു. 4 തവണ വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടെയാണുള്ളത്. അപ്പോ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിതനായി നിൽക്കുന്ന ഒരു സഹപ്രവർത്തകനാണ്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. പ്രിയമുള്ളവരെ, എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ് നിങ്ങളെ ഈ സമരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ആശാവർക്കർമാർ. നല്ല ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്. ഞാനിപ്പോ വരുമ്പോ യാദൃച്ഛികമായി ഡൽഹിയിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. എന്താ ഫോണ്? കെ.വി. തോമസിന്റെ ഇപ്പോൾ വാങ്ങുന്ന ശമ്പളം 5 ലക്ഷമായി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നാണ്. കെ.വി. തോമസിനെ നിങ്ങൾക്കറിയാമോ? അറിയാം. കെ.വി. തോമസ് ബിജെപിയുടെയും CPM-ന്റെയും ഒരു സഹപ്രവർത്തകനാണ്. ഡൽഹിയിൽ അവർ നിന്ന് അവരുടെ ഐക്യം കാത്തുസൂക്ഷിക്കലാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. വേറെ ജോലിയൊന്നും അവിടെയില്ല. അദ്ദേഹം കേരള ഹൌസിൽ ഞാൻ പോയാൽ കാണാറുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടുത്തെ നാടിന്റെ ഈ ഖജനാവ് കാലിയാക്കാൻ മാത്രം നിൽക്കുന്ന ഒരു കക്ഷിയാണ്. കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസ് വിട്ട് പുറത്തുപോയി. അദ്ദേഹം ഇപ്പോ 5 ലക്ഷം അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കാവുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾക്ക് എത്രയാ ശമ്പളം? 7,000 രൂപ. 7,000 രൂപ എവിടെ?
5 ലക്ഷം എവിടെ എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. നിങ്ങൾ അധ്വാനിക്കുന്നവരാണ്. നിങ്ങൾ പാവപ്പെട്ടവരുടെ പിറകെ പോയി അവർക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്യുന്നവരാണ്. ആ സേവനം ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾക്ക് ഇത്രയും നിസ്സാരമായ ഒരു വരുമാനം മാത്രം തന്നൊരു സർക്കാർ അതുപോലും ഇപ്പം നിങ്ങൾക്ക് തരുന്നില്ലെന്നാണ് എനിക്ക് കിട്ടിയ വാർത്ത. തരാൻ അവർ മടിക്കുന്നു. തുറക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നു. മറ്റെല്ലാ രംഗത്തുമുള്ളവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ആശാ വർക്കർമാർക്ക് അതിനടുത്ത് നിൽക്കാനുള്ള ഒരു വർധനവുണ്ടാക്കാൻ ഈ സർക്കാരിന് ബാധ്യതയില്ലേ എന്നതാണ് എന്റെ ചോദ്യം. അത് കിട്ടും വരെ ഈ സമരം നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ യാതൊരു മുടക്കമില്ലാതെ പ്രഖ്യാപിക്കുന്നു. എന്നും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വാക്ക് തരാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരോട് ഞാൻ പറയുന്നു, 5 ലക്ഷം ആശാമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണമെന്നതാണ് ആവശ്യം. അത് വളരെ നിസ്സാരമാണ്. ഇത്ര ഈ ആശാമാർക്ക് വിരമിക്കുന്ന ഒരു ആനുകൂല്യം 5 ലക്ഷം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ കെ വി തോമസ് മാഷ് ഒരു മാസത്തെ ശമ്പളമാണ്, ഒരു മാസത്തെ പൈസയാണ്. നിങ്ങളെ ആജീവനാന്തം നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇത് എവിടെയെത്തി? ആശാമാരുടെ ഓണറേറിയം 21,000 രൂപയായി ഉയർത്തണമെന്ന് നിങ്ങൾ പറഞ്ഞതിനകത്ത് വളരെ ഇപ്പൊ 7,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ജീവിക്കാനല്ലേ ഈ ശമ്പളം? ഈ ശമ്പളം ജീവിക്കാൻ തികയേണ്ട ഈ ശമ്പളത്തിൽ പണിയെടുക്കുന്ന നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാൻ സാധിക്കുമോ? അങ്ങനെ പോകാൻ സാധിക്കുന്ന ജോലി നിങ്ങൾക്കുണ്ടോ? അപ്പൊ നിങ്ങൾക്കെതിരായി ഇതൊരു സർക്കാർ, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെയുള്ള പോരാട്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കരുത്തോടെ മുൻപോട്ട് കൊണ്ടുപോകണം, മനക്കരുത്തോടെ കൊണ്ടുപോകണം, ദൃഢനിശ്ചയമായി മുന്നോട്ട് പോകണം എന്ന് ഞാൻ സ്നേഹപുരസരം അപേക്ഷിക്കുകയാണ്. ആ സമരത്തിന്റെ പിറകിൽ കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും ഇന്നും എന്നും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വാക്ക് തന്നുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.